ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞാൻ ഊണിലും ഉറക്കത്തിലും ചിന്തിച്ച് നല്ല ഹൈ കിട്ടിയ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒത്തിരിയധികം ആളുകളുടെ മനസ്സിൻ്റെയൊക്കെ ഭാരം കുറയ്ക്കുന്ന തരത്തിലേക്കുള്ള ചില ചോദ്യങ്ങളുടെ ചില ഉത്തരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി PA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഇങ്ങരല്ലേ പറഞ്ഞത്, മതവും വേണ്ട ദൈവവുമില്ല, ഇങ്ങരുടെ ആവശ്യത്തിന് പള്ളിയിൽ തന്നെയാണല്ലോ പരിപാടി. ഇവിടെ ഒന്നും ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാഴയ്ക്ക ഉണ്ടാക്കാനാ? സ്വന്തം കാര്യമാകുമ്പോൾ എന്തുമാകാം. മതങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിമിനെ കുറിച്ചിട്ട് മുസ്ലിം എന്ന് ബ്രാക്കറ്റിലിട്ടിരിക്കുകയാണ്. മോശമായി പറയുന്ന ഈ വ്യക്തിക്കെന്നായിരിക്കും ഉദ്ദേശിച്ചത്. കുടുംബത്തിലെ കാര്യമാകുമ്പോൾ അങ്ങനെ പാടുള്ളൂ. മറ്റുള്ളവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നത് അവരുടെ ഇഷ്ടമാണതിൽ മോശമായ അഭിപ്രായം പറയാതിരിക്കാൻ ശ്രമിക്കുക. എനിക്കറിയില്ല സന്തോഷ് ജോർജ് ഒളങ്ങര ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതത്തെക്കുറിച്ചിട്ട് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. വെറുതെ ഇങ്ങനെ ഒരാളെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് റഹീസ് പുതിയ ഓട്ടയിലിൻ്റെ കമൻറ്റ് എനിക്ക് ഫീൽ ചെയ്തത്. മതപരമായ കല്യാണം, തേങ്ങാക്കൊല എന്നൊക്കെ പുലമ്പിയ ആളാണ്. അങ്ങനെയും സന്തോഷ് ജോർജ് ഒളങ്ങര പറഞ്ഞതായിട്ട് എനിക്ക് അറിവുള്ളതല്ല. മതവും ദൈവവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയല്ലേ ദൈവത്തെയും മതത്തെയും വിമർശിച്ച് നടക്കുന്ന വ്യക്തി, ഇപ്പോൾ നല്ല ഭക്തൻ. ഇങ്ങനെയുള്ള ധാരാളം കമൻറ്റുകൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട്, ഏതൊക്കെയോ മതക്കാരനുണ്ട്. മത തീവ്രവാദ സ്വഭാവത്തോടെയുള്ള സമീപനമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വീഡിയോയിൽ വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതുകൊണ്ട് ചെലവുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി 2 ക്രെഡിറ്റ് കാർഡുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. സ്വർണത്തിൻ്റെയൊക്കെ വില ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ക്യാഷ് റോൾ ചെയ്യാനായിട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗുണമുള്ള പരിപാടിയൊക്കെയാണ്. 45 ഡേയ്സിലേക്കൊക്കെ ATM വിഡ്രോവൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയൊക്കെ സാധ്യമാക്കുന്ന IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, അതേപോലെ ധാരാളം റിവാർഡുകൾ നൽകുന്ന ടാറ്റ ന്യൂ HDFC ഇൻഫിനിറ്റി കാർഡ് എന്നിവയെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കുകയാണ്. ഇതിൽ IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ചില സവിശേഷതകളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. നോ ജോയിനിങ് യോർ ആനുവൽ ഫീ ഓൺ മൾട്ടിപ്പിൾ വേരിയൻസ്, റിവാർഡ് പോയിന്റ്സ് നെവർ എക്സ്പയർ, ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ ഫോർ അപ് ടു 45 ഡേയ്സ്. വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഫ്രീ ക്യാഷ് വിഡ്രോവൽ വളരെയധികം ഉപകാരപ്രദമാണ്. 3 മടങ്ങ് റിവാർഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. സെലക്ട് സ്പെൻഡിങ് കാറ്റഗറീസ്, കാർഡ് നിഷ്കർഷിച്ചിരിക്കുന്ന ചില കാറ്റഗറീസിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരാളം റിവാർഡുകൾ. 4 കോംപ്ലിമെൻ്ററി റെയിൽവേ ലോഞ്ച് വിസിറ്റ്സ് എവറി ക്വാർട്ടർ. സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഓഫറാണ്. മൂവി ഡിസ്കൗണ്ട് ഫ്രം 25% to 75%. ഡൈനിങ് ഓഫേഴ്സ് അപ് ടു 25% അറ്റ് 1500 റെസ്റ്റോറൻറ്റ്സ്. ക്രെഡിറ്റ് കാർഡ് എടുത്ത് 30 ദിവസത്തിനുള്ളിൽ 5000 രൂപ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുണ്ട്. നമ്മുടെ അനുദിന ചിലവുകൾക്കൊക്കെ നമുക്ക് റുപ്പേ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. റുപ്പേ കാർഡ് ആണെന്നുണ്ടെങ്കിൽ അനുദിന ചിലവുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. മന്ത്ലി നമുക്കപ്പോൾ ഒരു കണക്കുണ്ടാവും, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവും. ഇനി ടാറ്റ ന്യൂ HDFC ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ 10% സേവിങ്സ് എവിടെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും? ഫാഷൻ, ഗ്രോസറീസ്, ഇലക്ട്രോണിക്സ്, മെഡിസിൻസ്, ഫ്ലൈറ്റ്സ് ആൻഡ് മോർ ഓൺ ദ ടാറ്റ ന്യൂ ആപ്പ്. ടാറ്റ ന്യൂ HDFC ഇൻഫിനിറ്റി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് റിവാർഡ് പോയിന്റുകൾ എന്ന് പറയുന്നത് ടാറ്റ ന്യൂ കോയിൻസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് സമമാണ്. നിങ്ങൾ കളക്ട് ചെയ്യുന്ന ന്യൂ കോയിൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മറ്റ് ചില പർച്ചേസുകളൊക്കെ നടത്താൻ സാധിക്കും. കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ് ടു 12 വിസിറ്റ്സ് ഇയർലി. 0 ജോയിനിങ് ഫീ ആൻഡ് അവൈലബിൾ ഓൺ റുപ്പേ ആൻഡ് വിസ. 2 ഗംഭീരമായിട്ടുള്ള കാർഡുകളാണ്. തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ലഭിക്കാൻ സാധ്യതയുള്ള കാർഡുകളാണ്. ക്രെഡിറ്റ് കാർഡുകൾ അപകടമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുക. ഇതെല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു സംഗതിയല്ല. കുറച്ച് പണം കയ്യിലൊരു സേഫ്റ്റിക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രം വിചാരിക്കുക. ആഡംബരത്തിന് വേണ്ടിയല്ല, ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡുകളൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലെയും കമൻറ്റ് ബോക്സിലെയും ലിങ്കുകൾ പരിശോധിക്കുക. ലിങ്ക് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ട്? ഓണം ആഘോഷിക്കുന്ന സമയത്ത് അതിൻ്റെ ലോജിക്കിനെ കുറിച്ചിട്ട് നമ്മളിൽ എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്? ഇപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ട് വളർന്ന കഥകളിൽ, അല്ലെങ്കിൽ എൻ്റെ മതപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലൊന്നും ഈ ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ലോജിക്കും കണ്ടെത്താനായിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ എൻ്റെ ചരിത്ര പഠനത്തിലോ അല്ലെങ്കിൽ എൻ്റെ വേറെ ഏതെങ്കിലുമൊക്കെ എക്സ്ട്രാ റിസർച്ച് കാര്യങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയാലും ഈ ഓണത്തിനൊന്നും വലിയ ലോജിക്ക് എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല.
ഒരു ഭൂരിപക്ഷം ആളുകൾക്കും നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമായിട്ടുള്ള എന്തൊക്കെയോ കൾച്ചറൽ പിൻബലം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഓണത്തിൽ പോലും ലോജിക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. എന്നാലും ഓണാവുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഒത്തുകൂടുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അന്ന് വെജിറ്റേറിയൻ ആവുന്ന കുറേയധികം ആളുകൾ മുണ്ടുടുക്കുന്നു, അതിന് സ്പെഷ്യലായിട്ടുള്ള കോസ്റ്റ്യൂമുകൾ ഡിസൈൻ ചെയ്യുന്നു. മൊത്തത്തിലൊരു ആഘോഷമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഒന്നുമില്ല, വെറും സന്തോഷം. എല്ലാ ആളുകളും കൂടെ ചേർന്ന് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷം. റാഷണൽ തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരാൾ, ലോജിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിതത്തെ സമീപിക്കുന്ന ഒരാൾ, എന്തുകൊണ്ട് അയാളുടെ കുടുംബത്തിൽ ഒരു വിവാഹം നടന്ന സമയത്ത് അയാളുടെ മതപരമായിട്ടുള്ള രീതികൾ പിന്തുടർന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അത്യാവശ്യം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം തന്നെ വരത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തിനേറെ പറയുന്നു, ഞാൻ പള്ളിയിൽ പോയി വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. വളരെ താല്പര്യത്തോടെ, വളരെയധികം ഇഷ്ടത്തോടെ പള്ളിയിൽ പോയി വിവാഹം കഴിച്ച ഒരു വ്യക്തിയാണ്. ഇതിനു മുന്നേ വിവാഹത്തെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് തുടങ്ങുന്ന ഒരു 25-27 വയസ്സിലൊക്കെ എൻ്റെ ഉള്ളിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പങ്കാളിയോട് ഇത് പങ്കുവെക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഈ മതവിശ്വാസം അല്ലെങ്കിൽ അതിൻ്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊന്നും ഒരു ലോജിക്കും തോന്നുന്നില്ല. ഞാനും ഇനി പള്ളിയിലൊക്കെ പോയി വിവാഹം കഴിച്ച് അങ്ങനെയുള്ള ഒരു രീതികൾ പിന്തുടരുന്നതിലൊന്നും എനിക്കൊരു അർത്ഥം കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ച് ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങളൊരു മതവിശ്വാസിയായിരുന്നു. അപ്പം നിങ്ങൾ മതവിശ്വാസി അല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ രീതികളൊന്നും പിന്തുടരാനായിട്ട് പറ്റത്തില്ല. എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ആ ഒരു സ്റ്റൈലിന് യോജിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറി സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ആ ഒരു സമയത്ത് ഞാനൊരു കാര്യം ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പ്രയോറിറ്റി അവളാണ്. എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കേണ്ടതുണ്ട്, അവരെയൊക്കെ ചേർത്ത് നിർത്തേണ്ടതുണ്ട്. അവരൊക്കെ സന്തോഷിക്കുകയും അവരുടെ കൂടെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ എൻ്റെ ആ ഒരു പ്രയോറിറ്റിക്ക് വേണ്ടി എനിക്ക് ആ ഒരു രീതികൾ പിന്തുടരുന്നതിനകത്ത് യാതൊരുവിധ തെറ്റും തോന്നിയില്ല. എന്നെ ചേർത്ത് നിർത്തുന്ന, എനിക്ക് സന്തോഷം ഏറെ തരുന്ന എൻ്റെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ, അത് എൻ്റെ ജീവനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ സമാധാനത്തിനോ അവരുടെ ജീവിതത്തിനോ ഹാനികരമല്ലാത്ത ഒരു സമയത്ത് ആ റിച്വൽസിൻ്റെയൊക്കെ ഭാഗമാകുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. നമ്മുടെ പ്രയോറിറ്റികൾ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിബന്ധങ്ങളാണ്, നമ്മുടെ സമാധാനമാണ്, നമ്മുടെ സന്തോഷമാണ്. നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ മാതൃകാ പുരുഷോത്തമന്മാരാകാൻ വേണ്ടി ആവരുത് ജീവിക്കേണ്ടത്. അല്ല, നിങ്ങളൊരു സാമൂഹിക പരിഷ്കർത്താവാണ്, ഞാൻ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്, ദൈവമില്ല, മതമില്ല, അതങ്ങനെ എല്ലാ ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ കേട്ടത് വെച്ചിട്ട് സന്തോഷോർജുളങ്ങര അങ്ങനെയുള്ള ആളുകളൊന്നും ഞങ്ങളുടെ ഒന്നും പ്രയോറിറ്റി അല്ല ഇവിടെ ദൈവമില്ലെന്നോ മതമില്ലെന്നോ ഒന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ കൃത്യമായിട്ട് സാമൂഹ്യ ഇടപെടലുകളിൽ ഈ ഒരു റാഷണൽ തിങ്കിങ് ഉണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും. ഈ മതമോ അല്ലെങ്കിൽ ദൈവമോ ആചാരമോ മനുഷ്യൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ കൃത്യമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തെയും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തെയും ഒക്കെ പിന്നോട്ട് വലിക്കുന്ന രീതികളുണ്ട് എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടാവും. ഒരു മാതൃകയും സന്തോഷോർജുളങ്ങരയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ വെച്ച് പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യനൊരു മിഷനൊന്നുമല്ല. ഇപ്പോൾ കുറേയധികം ലോജിക്കും റാഷണൽ തിങ്കിങ്ങും കുറേയധികം ഡാറ്റയൊക്കെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു മിഷൻ പോലെ പ്രവർത്തിക്കാനായിട്ടോ മാതൃക കാണിക്കാനായിട്ടോ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാനായിട്ടോ അവൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടോ ഒരു പരിചയമില്ലാത്ത ചുറ്റുപാടുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടോ ഒക്കെ ഉള്ള എഫേർട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു മിഷനൊന്നുമല്ല മനുഷ്യന്മാർ. അവരിൽ ഒരു ഭൂരിപക്ഷം ആളുകളും അവർ വളർന്നു വന്ന ഒരു സാഹചര്യത്തിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ആ ഒരു സാഹചര്യങ്ങളിൽ വളരെ തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിൽക്കാനായിട്ട് വരത്തില്ല. ഇപ്പോൾ എനിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നതും അല്ലെങ്കിൽ സന്തോഷോർജുളങ്ങരയ്ക്ക് നിൽക്കാനായിട്ട് പറ്റുന്നതും അല്ലെങ്കിൽ എന്നെപ്പോലെ ചില ആളുകൾക്കും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കാനായിട്ട് പറ്റുന്നതും എന്തുകൊണ്ടാണ്? നമ്മളുടെ ചുറ്റുപാടുകളിൽ മത തീവ്രവാദ സ്വഭാവമുള്ള ആളുകളില്ല. അല്ലെങ്കിൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു തീവ്ര മതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല. അല്ലെങ്കിൽ ഞാൻ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദൈവവുമായി ബന്ധപ്പെട്ട ലോജിക് ഇല്ലായ്മകൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ മതത്തിലുള്ള ആളുകൾ തീവ്ര സ്വഭാവത്തിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്നെ ആക്രമിച്ചേനേയും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെയും പല റാഷണൽ തിങ്കേഴ്സിനെയും അവരുടെ വീട്ടിൽ കയറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ചില മതങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റുപാടുകൾ കംഫർട്ടബിൾ ആണ്, നമ്മളെ റാഷണൽ തിങ്കിങ്ങിനെയും ലോജിക്കൽ തിങ്കിങ്ങിനെയും ഒക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ വേറൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഈ സന്തോഷ് ജോർജ് ഉളങ്ങരയുടെ ആ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ താഴെയുള്ള കമൻറ്റുകളിലുണ്ട്. അവർ ചോദിക്കുന്നത് എന്താണ്,
എന്തുകൊണ്ട് പള്ളിയിൽ വെച്ച് വിവാഹം നടത്തി? സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വിവാഹമല്ല, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ്. മകളുണ്ട്, മകളെ വിവാഹം കഴിക്കുന്ന ആളുണ്ട്. വേറെ 2 വ്യക്തികളുടെ വിവാഹമാണ്. അച്ഛനെന്ന് പറയുന്ന ഒരു റോളിൽ അദ്ദേഹം അവിടെയുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാണ് വിവാഹം കഴിക്കുന്നത്, അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ വിവാഹം എങ്ങനെ നടത്തണം എന്നുള്ളത്. ഞാനിതുവരെ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ചില ആളുകൾ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, പാടില്ല. റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾ, ലോജിക്കലായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനെയുള്ള പരിപാടികളുടെ ഭാഗമാകരുത്, അതിനെതിരെയൊക്കെ കാര്യമായിട്ട് ഫൈറ്റ് ചെയ്യണം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ഒരു റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ കുറേയധികം ഡാറ്റയാണ്. റീസൺ ഗവേൺസ് ഐഡിയാസ്, ട്രഡിഷൻ ഗവേൺസ് ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ്? വളരെ ബ്രോഡായിട്ടുള്ള മീനിങ് ഉള്ള ഒരു വേർഡാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞാൽ തീരത്തില്ലാത്ത രീതിയിലുണ്ട്. നമുക്ക് പെട്ടെന്ന് പല ആളുകളെയും ഒരു ഐഡൻറ്റിറ്റിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എൻ്റെ ചില വാക്കുകളുടെ ഉച്ചാരണവും എൻ്റെ ചില വാക്യങ്ങളുടെ ചില എടുത്തിടലും ഒക്കെ കാണുന്ന സമയത്ത്, എൻ്റെ പേരടക്കം വായിക്കുന്ന സമയത്ത് ചില ആളുകൾ നിസ്സംശയം പറയാറുണ്ട്, കോട്ടയംകാരനാണല്ലേ, കാഞ്ഞിരപ്പള്ളിക്കാരനാണോ, പൊൻകുന്നംകാരനാണോ എന്ന് പോലും എടുത്ത് ചോദിക്കുന്ന ആളുകളുണ്ട്. JB ജോസഫ് എന്ന പേര് കേൾക്കുന്ന സമയത്ത്, പേരിൻ്റെ ഇനീഷ്യൽ കേൾക്കുന്ന സമയത്ത്, അപ്പൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ അവിടെ കുറേയധികം ഐഡൻറ്റിറ്റികൾ നമ്മുടെ മുൻപിലേക്ക് വെളിവാവുകയാണ്. ഇങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മുടെ സ്ഥലം, അതേപോലെ തന്നെ നമ്മുടെ മതം, നമ്മളുടെ രീതികൾ, അതൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി ആണല്ലോ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളെ മനസ്സിലാക്കാനായിട്ട്, നമ്മളെ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു സംഗതി. നമ്മുടെ ഈ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് പറിച്ചറിയാനായിട്ട് പറ്റുന്നതല്ല. അങ്ങനെ ഐഡൻറ്റിറ്റി നമ്മൾ എടുത്തങ്ങോട്ട് കളയുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റിനുമുള്ള ചില ആളുകൾക്ക് നമ്മൾ അപരിചിതരായിട്ട് മാറും. സന്തോഷ് ജോർജ് കുളങ്ങര ജീവിക്കുന്ന ആ ഒരു ഏരിയയുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ കിലോമീറ്റർ ഇടവിട്ട് ഓരോ പള്ളികളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് നിരീശ്വരവാദിയായിട്ട് ഇതിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപരിചിതനായി പോകും. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അപരിചിതനായി പോകും. നാട്ടുകാർക്ക് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല, വീട്ടുകാർക്ക് നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവർക്ക് പരിചയമില്ലാത്ത ഒരാളായിട്ട് നമ്മൾ മാറും. നമ്മൾ ആരെങ്കിലും അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് എന്തോ ഒരു സാധനം നേടാനായിട്ട് ശ്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പേഴ്സണലി ശ്രമിക്കാറില്ല. കാരണം എനിക്ക് വലുത് എൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെയാണ്. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള എൻ്റെ പല സുഹൃത്തുക്കൾക്ക് ഞാനൊരു അപരിചിതനായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള അപരിചിതത്വം എന്ന് പറയുന്നത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയല്ല, ഇത് ഐഡൻറ്റിറ്റിയുടെ സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്നോ, അല്ലെങ്കിൽ നമ്മൾ ലോജിക്കലായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്നതോ എന്നതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് ഓണം വരുന്ന സമയത്ത് നമ്മൾ മുണ്ടെടുക്കുന്നത് പോലെ, പൂക്കളം ഇടുന്നത് പോലെ, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട, നമ്മുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പഴയ പതിവ് രീതി വളരെ സന്തോഷകരമായിട്ട് ഫോളോ ചെയ്യും. ഇനി 2ാമത്തെ പോയിന്റ് പറയാം. റാഷണാലിറ്റി ഹാസ് ലിമിറ്റ്സ് ഇൻ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ലൈഫ്. കറക്റ്റ് അല്ലേ? നമ്മൾ റാഷണലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതിനകത്ത് ഇമോഷൻസിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവത്തില്ല. ഇപ്പോൾ സയൻസ്, ടെക്നോളജി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ലോ, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് റാഷണലായിട്ട് കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് നോക്കി കാണാൻ പറ്റും. പക്ഷേ മനുഷ്യബന്ധങ്ങളിൽ നമുക്ക് എത്രത്തോളം അങ്ങനെ നോക്കി കാണാനായിട്ട് പറ്റും? ഇതേപോലെ തന്നെയാണ് മറ്റേ സംഗതിയും. ഇപ്പോൾ കുടുംബത്തിൽ ഒരു വിവാഹം വരികയാണ്, നമ്മൾ റാഷണൽ തിങ്കറാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. നമ്മളെ രീതികൾക്കനുസരിച്ചിട്ട് എങ്ങനെയാണോ അത് നടന്നുകൊണ്ടിരുന്നത്, എങ്ങനെയാണോ നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്നത്, അതേ രീതിയിൽ വിവാഹം കഴിക്കുന്നു. നമുക്ക് ഈസി എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റി വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റം അനുസരിച്ചിട്ടുള്ള മാരേജൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നിയമപരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളിലൊക്കെ വളരെ ഈസിനെസ് പിന്നീട് ഏതെങ്കിലും ഒരു ആവശ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ മാരേജ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിലെ ചടങ്ങുകളിൽ കൂടെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ രജിസ്റ്റർ ഓഫീസിലെ പോലെ തന്നെ പള്ളിയിൽ വിളിച്ചു കൊല്ലുക, അതേപോലെ തന്നെ ഇടവക പള്ളിയിൽ അന്വേഷണങ്ങൾ നടത്തുക. ഇനിയിപ്പോൾ പയ്യൻ വിദേശത്തൊക്കെയാണ്, കാനഡയിലോ UK യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പള്ളിയിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ട് നമുക്ക് ഇയാളുടെ പ്രൊഫൈലിനെ കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ടുള്ളൊരു വിവരമൊക്കെ കിട്ടും. അത്ര നെറ്റ്വർക്കുള്ള ഒരു പരിപാടിയാണ് ഈ പള്ളിയുടെ പരിപാടികൾ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങിയ സമയത്ത് വളരെയധികം പുച്ഛത്തോടെയാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിലും പിന്നീട് ഇവരുടെ ചില പരിപാടികൾ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. മാരേജ് പ്രിപ്പറേഷൻ കോഴ്സൊക്കെ ഉണ്ട്. കുറേ വിവരമില്ലാത്ത വിഡ്ഢികൾ വന്നിട്ട് കുറേയധികം വിഡ്ഢിതരങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒഴിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ കുറേ സംഗതിയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് മതങ്ങളിൽ അധികം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു 3 ദിവസം ഈ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്.
നമുക്കൊന്നിച്ചിരുന്ന് ക്ലാസ്സുകൾ കേൾക്കാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, വർത്തമാനം പറയാം. അവിടെ വെച്ച് കൂടുതലായിട്ടും പല ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ളൊരു അവസരമാണ്. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബെനിഫിറ്റുകളുണ്ടല്ലോ, ഈ പറയുന്ന ബെനിഫിറ്റുകളെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെയും വലിയ കാര്യമായിട്ട് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ടും ആളുകൾ ഇതിൽ നിലനിൽക്കാറുണ്ട്. കോസ്റ്റ്, ബെനിഫിറ്റ്, ലോജിക്, ഫേവേഴ്സ്, കൺഫോമിറ്റി ഇൻ പേഴ്സണൽ ലൈഫ്. ഞാൻ മുന്നേ പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടാവും, നമ്മൾ അതിന് എന്ത് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ ലൈഫ് സ്റ്റൈലിനോട് ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വേണ്ട എന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്താണ്? നമ്മൾ വളരെ സന്തോഷകരമായിട്ട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു ലൈഫ് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമുണ്ടോ? അതാണ് നമ്മൾ ഈ കോസ്റ്റിനെ കുറിച്ചിട്ടും ബെനിഫിറ്റിനെ കുറിച്ചിട്ടും നോക്കുന്നത്. ഇപ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടുണ്ടാവുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ഒറ്റയ്ക്കൊക്കെ ജീവിക്കാനായിട്ട് ഇഷ്ടമുള്ള സിംഗിൾ പേഴ്സൺ കേൾക്കേണ്ടത്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് പങ്കാളിയില്ലാതെ പറ്റത്തില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഫാമിലി ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈബ്, എൻ്റെ സ്വന്തം സുഹൃത്തുക്കൾ, എൻ്റെ സ്വന്തം ആളുകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ താങ്ങാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ളതുകൊണ്ടും നമ്മൾ സന്തോഷങ്ങൾക്കും നമ്മളുടെ സർവൈവലിനും ഗുണകരമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യും. അത് സെക്കൻഡറി. നമുക്ക് വേറെ പല കാര്യങ്ങളിലും ആദർശം കാണിക്കാനായിട്ടുള്ള അവസരമൊക്കെ ഉണ്ട്. ഈ പറയുന്ന ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാണിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. ഞാനിത് വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇത് വലിയ തിയറീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് വരുന്നതാണ് കേട്ടോ. മാക്സ് വെബറിനെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തിന് ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റിയെ കുറിച്ചിട്ട്, ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അനുമാനത്തിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ഒരു പോയിൻ്റ് ഉണ്ട്, കസ്റ്റം ബിലീഫ്. അതിൻ്റെ ഒരു ഡിസ്റ്റിങ്ഷൻ, അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വളരെ ഈസിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ താലി കെട്ടുക എന്നാണ് പറയുന്നത്. അതിപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. താലി കെട്ടുക എന്ന് പറയും. ഈ താലി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഡിസൈൻ അടക്കം നമ്മൾ കടമെടുക്കുന്നത് ഇന്ത്യൻ സിനാരിയോയിൽ നിന്നിട്ടാണ്. ഇന്ത്യയിലെ കൾച്ചറുമായി ബന്ധപ്പെട്ടാണ് ഈ താലിയൊക്കെ വരുന്നത്. വിദേശത്തൊന്നും അങ്ങനെ താലിക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ താലിയുടെ ഡിസൈനൊക്കെ കുരിശൊക്കെ വെച്ചിട്ടുള്ള താലി, ബാക്കിയുള്ള ആളുകൾക്കാണെങ്കിൽ വേറൊരു ഡിസൈനിലുള്ള താലി. ഇതെന്തോ ഭയങ്കര സംഭവമായിട്ടാണ് നമ്മൾ പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ബൈബിളിൽ ഒരിടത്തും ഇതുമായി ബന്ധപ്പെട്ട റെഫറൻസുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ നാട്ടിലേക്ക് വന്ന സമയത്ത്, ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കടമെടുത്താണ്. എന്തിനാണ്? ഇതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. നമ്മളൊരു സാധനം ഇങ്ങനെ കെട്ടുന്നു, അതിനകത്ത് എന്തോ ഒരു ശക്തിയുണ്ട്. പണ്ട് ഞാനിതിൻ്റെ ലോജിക്കിനെ കുറിച്ചിട്ട് ഇവിടെ വീട്ടിൽ ചോദിച്ച സമയത്ത് വലിയ വിഷയമൊക്കെ ഉണ്ടായി. അയ്യോ, അത് താലിയാണ്, അത് പള്ളിയിൽ നിന്നിങ്ങനെ നമ്മൾ വളരെയധികം പരിപാവനമായിട്ട് ഇങ്ങനെ പൂജിച്ച് തരുമ്പോൾ, പൂജ എന്ന് നമ്മൾ പറയാറില്ല പള്ളിയിൽ, അതിനെ ഇങ്ങനെ വിശുദ്ധീകരിച്ച് തരുമ്പോൾ നമ്മളത് സ്ഥിരമായി അണിയണം, അതിലാണ് എല്ലാം നിൽക്കുന്നതെന്നൊക്കെ അന്ന് പറയുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അത് ഇടാതെ ഇരുന്ന സമയത്ത് പുള്ളിക്കാരി പറഞ്ഞ ഒരു റീസണുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയും, എന്നാലും ഒരു റീസണുണ്ട്. ഇതിപ്പോൾ ആരും ഇടാറില്ല, എൻ്റെ കൂട്ടുകാരൊന്നും ഇടാറില്ല, അത്രേ ഉള്ളൂ. നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളൊക്കെയാണ്. എന്നാലും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പം പള്ളിയിൽ പോകുന്ന സമയത്ത്, അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഈ താലി കെട്ടും. രജിസ്റ്റർ മാരേജിൽ പോയിട്ട് സെക്യുലറായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകളും അവിടെ വെച്ചിട്ട് താലി കെട്ടി ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് മാതൃകാപരമായിട്ട് വിവാഹം കഴിച്ചു എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. കയ്യിലണിയുന്ന ഒരു മോതിരം, ഇതിന് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇത് വിദേശത്ത് നിന്ന് നമ്മൾ കടമെടുത്താണ്. ഇതുപോലുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ എത്ര റാഷണൽ തിങ്കർ ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യും. ഇത് ഇട്ടുകൊണ്ട് നടക്കുക, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട്. ഇതിനകത്ത് എന്ത് സംഭവമാണുള്ളത്? നമ്മൾ റാഷണലായിട്ട് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര ലോജിക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനാണോ സ്നേഹം ഇരിക്കുന്നത്? ഇത് കയ്യിലിടുന്ന സമയത്ത് ആർക്ക് എന്ത് തോന്നാനാണ്? വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് പറയാം, ഇതൊരുമാതിരി ലോക്കാണ്. ഒരാളിലേക്ക് മറ്റൊരാളുടെ കടന്നുകയറ്റം വെളിവാക്കുന്നതിന് വേണ്ടി, ഇത് എൻ്റേതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് പേരെഴുതിയ മോതിരം ഇട്ടുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ നമ്മൾ ആ ഒരു ചിന്ത അങ്ങോട്ട് മാറ്റിവെക്കും. അങ്ങനെ നമ്മൾ ലോജിക്കലായിട്ട് ആ ഒരു കാര്യങ്ങളെ സമീപിക്കത്തില്ല. ഇവിടെ നമ്മൾ ഏതിനും പ്രയോറിറ്റി കൊടുക്കും? നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പരിചയമുണ്ടാവുന്ന ഒരു രീതിയിലും അപരിചിതത്വം ഉണ്ടാവാത്ത ഒരു രീതിയിലും കാര്യങ്ങളെ പരിഗണിക്കും. അടുത്ത പോയിന്റ്, ഹ്യൂമൻസ് ആർ ലെയർഡ് ബീങ്സ്, നോട്ട് പ്യുവർ റാഷണൽ മെഷീൻസ്. നമ്മൾ മെഷീൻസ് ഒന്നുമല്ല. നമ്മൾക്ക് വളരെ റാഷണലായിട്ട് തിങ്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ വേറൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റും. കാരണം നമ്മൾ മെഷീൻസ് അല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് സയൻറ്റിഫിക്കലി റാഷണൽ ആവാം വേണമെന്നുണ്ടെങ്കിൽ. സയൻറ്റിഫിക്കലി റാഷണലാണ് നമ്മളിൽ ഒരു ഭൂരിപക്ഷം ആളുകളും. ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കുറേ അധികം ആളുകൾ സയൻറ്റിഫിക്കലി റാഷണലാണ്.
പൊളിറ്റിക്കലി പ്രോഗ്രസീവാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, പൊളിറ്റിക്കലി പ്രോഗ്രസീവാണ് ഞാൻ. എത്തിക്കലി സെക്യുലറാണ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, എത്തിക്കലി സെക്യുലറാണ്. ആൻഡ് സ്റ്റിൽ ഇമോഷണലി ട്രഡീഷണലാണ്. എന്ത് ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശേഷ ദിവസങ്ങൾ വരുന്ന സമയത്ത് ഞാൻ മുണ്ടെടുത്തുകൊണ്ട് നടക്കുന്നത്? വലിയ കഷ്ടപ്പാടാണ് എന്നെപ്പോലെ ഒരാൾക്ക് മുണ്ടെടുക്കാൻ ഇപ്പോഴത്തെ ഒരു കാലത്ത്. കാരണം പേഴ്സ് ഇടാൻ പറ്റത്തില്ല, ഫോൺ ഇടാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം MCR പോക്കറ്റ് വെച്ചിട്ടുള്ള ഒരു ബെൽറ്റ് ഇറക്കി ഞാനത് ഉപയോഗിച്ച് നോക്കിയത് പോരാ. അതിനകത്ത് നമ്മുടെ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ ഷർട്ട് ഇടുന്ന സമയത്ത് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. കൾച്ചറലി കൺസർവേറ്റീവാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം കൺസർവേറ്റീവാണ്. ഏത് കാര്യങ്ങളിൽ? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ടോക്സിക് പേരൻറ്റിങ് ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് അച്ഛനമ്മയെ നമ്മൾ ഇട്ടിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഭൂരിപക്ഷം കേസിലും ആഗ്രഹിക്കുന്നില്ല. ചില കേസുകളിൽ നമുക്ക് തീരെ പറ്റാത്ത ചില സിറ്റുവേഷനിൽ പല ആളുകൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ചില അപ്പനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ടീംസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തിൽ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഒരു ഹിപ്പോക്രസിയാണ്. അല്ല, ഇതൊരു സൈക്കോളജിക്കൽ ലെയറിംഗ് ആണ്. ടോട്ടൽ റാഷണൽ ലിവിങ് ഈസ് പോസിബിൾ ഓൺലി ഇൻ തിയറി, നോട്ട് ഇൻ സൊസൈറ്റി. ഈ ടോട്ടൽ റാഷണൽ ലിവിങ് എന്ന് പറയുന്നത് നമുക്ക് തിയറി മാത്രമേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. ഇപ്പം നമ്മൾ പറയുകയാണ് ഞാൻ ഭയങ്കര റാഷണലായിട്ട് മാത്രമേ കാര്യങ്ങൾ നോക്കിക്കാണൂ എന്ന് നമ്മൾ അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം കോൺഫ്ലിക്റ്റിൽ കൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. സംവാദങ്ങളും വലിയ പ്രസംഗങ്ങളും സീരീസ് ഓഫ് വീഡിയോസും നമ്മൾ വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റും ഒക്കെ ഇങ്ങനെ നടത്തി മുന്നോട്ടേക്ക് പോകേണ്ടി വരും. എല്ലാ ആളുകൾക്കും അത് പറ്റുന്ന പരിപാടിയല്ല. ഈ ചെയ്യുന്ന ആളുകളിൽ കുറേയധികം ആളുകൾക്കും അത് വലിയ കഷ്ടപ്പാടാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ അതിനകത്തേക്ക് വീണുപോയി മറ്റേ ചോദ്യങ്ങളെ പേടിക്കുകയാണ്. ഇനി എൻ്റെ കുഞ്ഞനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ പറയുകയാണ്. മുന്നേയൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറയും, നിങ്ങളൊരു സെലക്റ്റീവ് പ്രോഗ്രസീവ് തിങ്കറാണ്, നിങ്ങളൊരു സെലക്റ്റീവ് ഫെമിനിസ്റ്റാണ്, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടേ സംസാരിക്കത്തുള്ളൂ, സെലക്ട് ചെയ്തിട്ട് മാത്രം സംസാരിച്ചാൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചതാണ്. റിജക്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ, അടിച്ചമർത്തൽ, അതിനെ നിങ്ങൾ നിശീതമായി എതിർക്കുന്നു, അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നു, എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. റിജക്റ്റ് ജെൻഡർ ഒപ്രഷൻ, ഈ ലിംഗ വ്യത്യാസത്തിൽ ഇപ്പോൾ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നോ അല്ലെങ്കിൽ ജെൻഡർ മൈനോറിറ്റികളിൽ ഏതെങ്കിലും ഒന്ന് എന്നോ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ അടിച്ചമർത്തുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു. റിലീജിയസ് എക്സ്ട്രീമിസത്തെ നിങ്ങൾ എതിർക്കുന്നു. ഞാൻ ശക്തമായിട്ട് റിലീജിയസ് എക്സ്ട്രീമിസത്തെ, മത തീവ്രവാദത്തെ എതിർക്കുന്നു. ഇപ്പോൾ സന്തോഷ് ജോർജുകുളങ്ങരയുടെ അടുത്ത് വന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലും ഒരു മത തീവ്രവാദത്തിൻ്റെ ഭാഗമാണ്. കാരണം ആ പറയുന്ന ആളുകൾ മതപരമായിട്ട് സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളാണ്. മതപരമായിട്ട് സമൂഹത്തിൽ ഇടപെടുക എന്ന് പറയുന്നതാണ് ഏറ്റവും തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എതിർത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വെഡിങ് റിച്വലിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നിങ്ങൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിന് അനുസരിച്ചിട്ട് നടത്താനേ ഒരു കുഴപ്പമില്ല. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എതിർക്കുന്ന കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് വേറെയുള്ള കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്നത്? ഫാമിലി കസ്റ്റംസിൽ അതിൻ്റെ ഭാഗമാകാൻ പറ്റും. കൾച്ചറൽ സിംബൽസ്, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു വിവാഹമോതിരം അണിയാനായിട്ടോ താലി കെട്ടാനായിട്ടോ ഒന്നും മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ സന്തോഷ് ജോർജുകുളങ്ങര ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതോ മോശമായിട്ടുള്ളൊരു സംഗതിയാണോ? അല്ലെന്നേ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകളുടെയും, ഭൂരിപക്ഷം ആളുകളുടെയും പ്രയോറിറ്റി എന്ന് പറയുന്നത് ബന്ധങ്ങളാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകാനായിട്ട് നമുക്ക് ചില അതിൻ്റെയൊക്കെ കൂടെ നിൽക്കേണ്ടി വരും. നമുക്കും അതിനകത്തൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ പള്ളിയിൽ കുടുംബവുമായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലാം പള്ളിയിൽ പോകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന എന്ത് ബോറിങ് പരിപാടിയാണ്. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എല്ലാവരും പള്ളിയിൽ പോകുന്ന സമയത്ത് ഓക്കെ എന്നോട് പള്ളിയിൽ വരണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ അവിടെ ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ബോറിംഗ് ആയിരിക്കും. എല്ലാ ആളുകളും കൂടെ പള്ളിയിലൊന്ന് പോവുക, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്ക്, ഇപ്പോൾ എൻ്റെ വൈഫിനോ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയ്ക്കോ ഒരു തീർത്ഥാടന സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോവുക. ഇതൊക്കെയാണ് മൊത്തത്തിലൊരു രസം. പിന്നെ ഇന്ത്യയിലൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വിവാഹ ചടങ്ങില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്, നാട്ടിലുള്ള ഒരു മനുഷ്യനും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായിട്ട് റെഡിയാവില്ല ഭൂരിപക്ഷം ആളുകളും. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തന്നെയില്ല. നിങ്ങളൊരു പാർട്ടി നടത്തുമോ? ഇല്ല. നമ്മുടെ പാർട്ടി എന്നൊക്കെ പറയുന്നത് വിവാഹം നടത്തുന്ന സമയത്ത് മാത്രമാണ് 10 പേരെ നമ്മൾ വിളിക്കുന്നത്. നിങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ ഒരു വിവാഹവുമായി അനുബന്ധിച്ചിട്ട് മാത്രമേ പലപ്പോഴും ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് പോകാറുള്ളൂ. അങ്ങനെ ഒന്നിച്ചുള്ള പോക്കുകൾ വളരെ രസകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പലപ്പോഴും നമ്മളൊക്കെ വലിയ അസറ്റായിട്ട് കരുതുന്ന ഗോൾഡ്,
ഗോൾഡ് വലിയ അസറ്റാണ്, വലിയ റിട്ടേൺ ആണ് കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ നൽകിയത്. ഭീകരമായിട്ടുള്ള റിട്ടേൺ. നമുക്ക് വലിയ കോൺഫിഡൻസ് ഒക്കെ തോന്നും. നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച പണ്ടത്തെ ഇത്തിരി പൊന്നിൻ്റെ വിലയൊക്കെ ആലോചിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിത് വാങ്ങിയത് എപ്പോഴായിരിക്കും? നമ്മുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. വിവാഹത്തിൻ്റെ സമയത്താണ് നമ്മളിൽ പല ആളുകളും ഈ ഓർണമെൻറ്റ്സൊക്കെ അണിയുന്നത് പോലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലുള്ള പരിപാടികളുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഇപ്പോൾ ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ നമ്മളിൽ പല ആളുകളും ഇടുന്നത് വിവാഹ ദിനമായിരിക്കും. ഇപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വിവാഹം കഴിച്ചു എന്നൊരു രേഖ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനൊന്നൊരു സ്കോപ്പില്ല. 10 രൂപ പൊട്ടിച്ച് കളയാനായിട്ടും കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടും കുറേയധികം ആളുകൾക്ക്, ഇപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്, കേറ്ററിംഗുകാർ, കുറേയധികം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാനായിട്ടും ഒക്കെ നമുക്ക് ആകെ കിട്ടുന്ന ഒരു അവസരമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക്, മലയാളികൾക്കൊക്കെ ആകെ കിട്ടുന്ന ഒരു അവസരമാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലാതുള്ള ഏത് ആഘോഷങ്ങൾ നമുക്കുണ്ട്? നമ്മൾ റാഷണലായിട്ട് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരാഘോഷങ്ങൾ പോലും ഇവിടെ ഇല്ല, അതിനുള്ള സ്കോപ്പ് നമുക്കില്ല. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കത് പരിചയമില്ല. നിങ്ങളൊരു പാർട്ടി നടത്തുകയാണ്, ഇന്ന് വൈകിട്ട് ഒരു പാർട്ടി ഉണ്ട്, ഒരു വീക്കെൻഡ് പാർട്ടി, എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും അതിനകത്തൊരു ഇമ്പോർട്ടൻസ് പോലും ഫീൽ ചെയ്യില്ല. നമ്മൾ നിൽക്കുന്ന ഒരു ചുറ്റുപാടിൽ നമ്മൾ കംഫർട്ടബിൾ ആവേണ്ടതുണ്ട്. നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെ രീതികൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു രീതികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്ന തരത്തിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെയാണ് നമ്മുടെ ലോജിക്കും റാഷണൽ തിങ്കിങ്ങും ഒക്കെ വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ കാട്ടിക്കൂട്ടലല്ലോ, ഒന്നും കാട്ടിക്കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, ആർക്കും ഉപദ്രവമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ. എന്തൊക്കെയാണെങ്കിലും വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കേണ്ട. ആഘോഷം, സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ചിലവുകൾ അതിനോടൊപ്പം തന്നെ വരും. ക്രെഡിറ്റ് കാർഡുകളൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സാമ്പത്തിക സൗകര്യമാണ്, എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതല്ല. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ടാറ്റ ന്യൂ HDFC ഇൻഫിനിറ്റി കാർഡ്, ധാരാളം റിവാർഡ് പോയിന്റുകൾ, 0 ജോയിനിങ് ഫീ, ആനുവൽ ഫീ 0 എന്നീ സവിശേഷതകളോടെ വരുന്ന കാർഡുകളാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കുകൾ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.